ട്രംപിന്റെ സമാധാന പാക്കേജ് നാടകമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്കിടയിലാണ് ട്രംപ് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി തന്നെ പറഞ്ഞത്. 20 ഇന നിർദ്ദേശ കാര്യങ്ങളെല്ലാം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 23ഓളം രാജ്യങ്ങളെ ഈജിപ്തിലേക്ക് വിളിച്ചു കൂട്ടുകയും ചെയ്തു. കൃത്യതയോടുകൂടി ഒരു കാര്യവും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് പാലസ്തീനികൾക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ പോലും പൂർണ്ണത കൈവരുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സംഘത്തിന് സാധിക്കാതെ പോയത് അമേരിക്കയുടെ പ്രസിഡന്റ് ഇതിനിടയിൽ കളിക്കുന്ന നാടകമാണ് എന്ന തരത്തിലാണ്. പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പൊതുരംഗത്ത് സംസാരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെ ഏറെക്കുറെ വിമർശിച്ചുകൊണ്ടും പാലസ്തീൻ വിഷയം പരിഹരിക്കണം എന്നുള്ളത് തൻ്റെ ആഗ്രഹവും താല്പര്യവുമാണ് എന്നുള്ളതും രാഷ്ട്രീയമായിരിക്കുന്ന തൻ്റെ നിലപാടും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയും. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേലിന് പിന്തുണ നൽകുകയും ചെയ്യും. അതോടൊപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്നാമ്പുറം അമേരിക്ക ഉണ്ട് എന്ന തരത്തിൽ അവർക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത്, താല്പര്യം തോന്നുന്നത്, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഭീകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ പുടിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇങ്ങനെ പറയുന്നത്, നോബൽ സമ്മാനം ലഭിക്കുകയില്ലെന്നായതോടുകൂടി ട്രംപിൻ്റെ ആവേശങ്ങളെല്ലാം അസ്തമിച്ചു. കണ്ണിൽ പൊടിയിടുന്ന ചില പൊടിക്കൈകളൊക്കെ ആ സമയത്തൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. നയരീതികളും ഒന്നും പ്രശ്ന പരിഹാരത്തിന് ഉതകുന്ന തരത്തിലല്ല. ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരമുണ്ടാകും എന്ന് അവർക്ക് പോലും ബോധ്യമില്ലാത്ത രീതിയിൽ ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി എന്ന് മാത്രമാണ്. ഏതെല്ലാം കരാർ വ്യവസ്ഥകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഒന്നുപോലും ഇല്ല എന്നുള്ളതാണ്. മുൻപേ റഷ്യക്ക് പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഞങ്ങൾ ആ നിലപാട് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അഥവാ ദ്വരാഷ്ട്ര ഫോർമുല എന്നതിനപ്പുറം, രണ്ട് രാജ്യവും സ്വതന്ത്രമാകുന്നൊരു സംവിധാനത്തിനപ്പുറം പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിഹാരം മറ്റൊരാൾക്കും നിർദ്ദേശിക്കാനില്ല. അവിടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ. അതാണെങ്കിൽ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. സമ്മതിക്കാതിരിക്കാനുള്ള കാരണം അമേരിക്കയാണ്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. ഗാസയിലെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, തടവുകാരെ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ആയുധം വെച്ച് കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ടതും, ഗസക്കാർ ഹമാസിൻ്റെ ആളുകൾ രാജ്യം വിട്ടു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശ കാര്യങ്ങൾ അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതൊന്നുപോലും കൃത്യമായ രീതിയിൽ പാലിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഭൂമിശാസ്ത്രപരമായ രീതിയിലും ഗസ എന്ന് പറയുന്ന ദേശത്തെക്കുറിച്ചും അതിന് ചരിത്രപരമായിരിക്കുന്ന പശ്ചാത്തലവും സ്ഥിതിവിശേഷങ്ങളും കൃത്യമായ രീതിയിൽ പഠിക്കാത്തതിൻ്റെ പ്രതിഫലനമാണ് അവിടെ കണ്ടുവരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പ്രാദേശികപരമായിരിക്കുന്ന ഒരു വിഷയമല്ല, രാഷ്ട്രീയമായിരിക്കുന്ന വിഷയം തന്നെയാണ്. അതങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണം. ഫലസ്തീൻ എന്ന് പറയുന്ന ദേശം സ്വതന്ത്രമാവുകയല്ലാതെ മറ്റൊരു പോമകളും നിലവിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടില്ല. അവിടുത്തെ ജനങ്ങളുടെ കൃത്യമായിരിക്കുന്ന ഒരു കണക്കെടുപ്പ് പോലും അസാധ്യമാകുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. 23 ലക്ഷം ഫലസ്തീനികളിൽ മുറിവേക്കാത്ത ഒരു ഫലസ്തീനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. 85% ഉയർന്ന ബിൽഡിങ്ങുകളും തകർന്നിരിക്കുന്നു. 10 നില ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ 10 നിലയുടെ മേൽഭാഗത്തുള്ള 10 നിലയിൽ കൂടുതലുള്ള ഉയരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഒന്നുപോലും ഗസയുടെ ഭാഗങ്ങളിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരമായിരിക്കും അവിടെ ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞ കാര്യങ്ങളൊക്കെ പുടിൻ പറയുകയും അതോടനുബന്ധിച്ച് അതിൻ്റെ വിശദീകരണ കുറിപ്പിൻ്റെ ഭാഗങ്ങളിൽ ലേഖകന്മാരും റിപ്പോർട്ടർമാരും ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ റഷ്യയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉക്രൈനിൽ പ്രചരിക്കുന്നത്, അമേരിക്കയിൽ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ പുടിൻ്റെ വാക്കുകൾ ഇതിനെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കണിശമായിരിക്കുന്ന നിലപാടോട് കൂടിയാണ് പുടിന് ഈ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടത്. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 600ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ട ഒരു വിഷയമുണ്ട്. 2023 ഒക്ടോബർ കഴിഞ്ഞു, നവംബർ ഡിസംബർ ആ മാസത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ പതിച്ചുകൊണ്ട് 600ഓളം ഫലസ്തീനികൾ ഒരു സമയത്ത് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ്.
അതേക്കുറിച്ച് അന്വേഷണം നടത്താൻ തന്നെ UN തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടൊക്കെ നൽകുകയും ചെയ്തു, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഇത്രയും വലിയൊരു മരണം നടന്ന സമയത്ത് അത് അവരുടേതല്ല, അവരുപയോഗിച്ച ഈ മിസൈലുകളല്ല എന്ന് അവർ സ്ഥിരീകരിക്കാൻ ആ അഭിപ്രായം അവർ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത്, ഹമാസ് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചിരിക്കുന്ന റോക്കറ്റ് വഴിമാറിയിട്ട് ആശുപത്രിയിൽ പതിച്ചതാണ്, അങ്ങനെയാണ് ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, എത്ര ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുകയാണെങ്കിലും ഇത്രയും വലിയ സ്ഫോടനം ഒരേ സമയത്ത് ഉണ്ടാക്കാൻ മാത്രമുള്ള ആയുധ സംവിധാനങ്ങളൊന്നും ഹമാസിൻ്റെ ഭാഗത്തില്ല. റോക്കറ്റ് ഏത് തരത്തിൽ ഉപയോഗിച്ചാലുമില്ല. ഏകദേശം 6 നില ബിൽഡിംഗ് അപ്പാടെ തന്നെ വീണ്ടുകൊണ്ട് ഇത്രയും ആളുകൾ മരണപ്പെട്ടു, അത് തൊട്ടടുത്തുള്ള ആളുകൾ മരിച്ചു, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേലാണ് ഈ ആക്രമണം നടത്തിയത്. ആ സമയത്താണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്, നിങ്ങളല്ല ആക്രമണം നടത്തിയത് എങ്കിൽ നിങ്ങളത് തെളിയിക്കേണ്ടതുണ്ട്, അതിൻ്റെ ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റഡാർ സംവിധാനം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. എന്നിട്ട് നിങ്ങളുടെ നിരപരാധിത്വം ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുക്കണമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞതും വിവാദമായിരുന്നു. എന്നാൽ അതിനുശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയോ യാതൊരു വിശദീകരണക്കുറിപ്പോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അവരൊരു സൈലൻ്റ് പോലെ അവർ യാതൊരു വിഷയങ്ങളും സംസാരിക്കാത്ത രീതിയിൽ നിന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് റഷ്യ ഈ വിഷയത്തിൽ, പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ വൈകാരികമായി ഇടപെട്ട ഒരു കാര്യങ്ങളിലൊന്നാണ്. ലോകത്തിന് നിങ്ങളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളത് കണ്ടെത്തണം. നിങ്ങളുടെ രാജ്യത്തു നിന്നല്ല ഈ പറയപ്പെട്ട ആശുപത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായത് എങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷം ഇത്രയും ഗൗരവപരമായ രീതിയിൽ പാലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൃത്യമായിരിക്കും നിലപാട് കൊണ്ട് അത് സ്വതന്ത്രമാവുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമല്ലാത്ത ഒരു ഫലസ്തീനെ എത്ര കാലമാണ് ഇസ്രായേൽ കൊണ്ടു നടക്കുക എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തിയാണ്. കാര്യം എന്ന് പറയുന്നത്, വരാൻ പോകുന്ന തലമുറ പോലും ഇസ്രായേലിനെതിരെ നയങ്ങളും നിലപാടും സ്വീകരിക്കുന്നിടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ വരാൻ പോകുന്ന തലമുറ, അതായത് ഇസ്രായേൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ അവിടെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ ആ രാജ്യം സ്വതന്ത്രമാവണമെങ്കിൽ എന്തുണ്ടാവണം? അത് ഇസ്രായേലും കൂടി സഹകരിക്കണം. ഇസ്രായേൽ സഹകരണത്തോടു കൂടി മാത്രമേ സാധ്യമാകൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ പാലസ്തീൻ്റെ രാഷ്ട്രപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീൻ മറ്റ് ലോക രാജ്യങ്ങളൊക്കെ 100 ചില്ലാനും രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ യൂറോപ്പിലെ പരമാവധി രാജ്യങ്ങളെല്ലാം പാലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഇറാൻ ചോദിച്ചൊരു ചോദ്യം ഈ പ്രസക്തമാണ്. ആ ചോദ്യം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇറാൻ ചോദിച്ചത്, രാജ്യം പാലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചത് കൊണ്ട് പാലസ്തീനികൾക്ക് എന്ത് ഗുണം എന്നാണ് ഇറാൻ ചോദിച്ചത്. അത് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പല രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളൊക്കെ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചു. യുദ്ധം അവിടെ നടക്കുന്നു, കെടുതിയും ദുരന്തങ്ങളും അവിടെ ഉണ്ട്, ഇസ്രായേൽ ഇടപെടുന്നുണ്ട്, ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്നു, ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. രാഷ്ട്രമാവുകയാണ് പ്രാധാന്യം. ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് പിന്തുണ നൽകുന്നത്. അതിനെന്ത് ചെയ്യണം? ഇസ്രായേൽ നൽകുന്ന പിന്തുണ പൂർണ്ണമായിട്ട് പിൻവലിക്കും. ഇസ്രായേൽ നൽകുന്ന ആയുധങ്ങൾ പിൻവലിക്കണം. അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ വിഷയം വളരെ കൃത്യതയോടുകൂടി ഇടപെടൽ നടത്തുകയും വേണം. അമേരിക്ക പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി കണ്ണും പൂട്ടി സ്വീകരിക്കുന്ന നിലപാട് മാറണം. സൗദി അറേബ്യ പോലും വളരെ കൃത്യതയോടുകൂടി അമേരിക്കക്കെതിരെ സംസാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ പോകണം. അത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായ രീതിയിൽ സഹായം തേടിക്കൊണ്ടാണ് അന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡൻ ജിദ്ദയിൽ എത്തിയിരിക്കുന്നത്, മുഹമ്മദ് സൽമാൻ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധമാണ്, മുസ്ലിം ഇസ്രായേൽ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഒരിക്കലും തങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു നിലപാടും എടുക്കുകയില്ല.
ആ കാര്യം നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുക. വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരിക്കലും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അമേരിക്കക്ക് എന്നുള്ളതും ബ്രിട്ടന് എന്നുള്ളതും ലോകം കണ്ടതാണ്. പിന്നീട് അവർ യുദ്ധക്കപ്പലിനെ പോലും പല ഘട്ടങ്ങളിൽ അവിടുന്ന് മാറ്റി നിർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ചിലതെല്ലാം രാജ്യത്തിലേക്ക് തന്നെ മടങ്ങി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന വിഷയം എങ്ങനെയാണ്? പുടിൻ വളരെ കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത് പാലസ്തീൻ സ്വാതന്ത്ര്യമാവാതെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും എത്ര കാലം യുദ്ധം ചെയ്താലും പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിൽ തന്നെ അവസാനിക്കൂ എന്നുള്ള നിലപാടാണ് പുടിൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്.